മൂന്നാം പിറ ദർശനത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തൃതീയ, മൂന്നാം ദിവസം. ആ ഒരു ദിവസം ചന്ദ്രഭഗവാനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പല നടക്കാത്ത ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മഫലം കൊണ്ടുള്ള ദോഷങ്ങൾക്കും പരിഹാരമാണ് ഈ വിശേഷ ദർശനം. മഹാഭാഗ്യമെന്നാണ് പറയുന്നത്. കാരണം ഈ ദിവസം പലർക്കും ചന്ദ്രദേവനെ ആകാശത്ത് കാണാൻ സാധിക്കാറേയില്ല. വളരെ കുറച്ച് സമയം മാത്രമേ ചന്ദ്രക്കല നമുക്ക് ഭൂമിയിൽ നിന്നും ദർശിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസം ചന്ദ്രക്കല ദർശിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. രാധേ കൃഷ്ണ, യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് അറിയുന്നത് തന്നെ ശിവഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ മൂന്നാം പിറയ്ക്ക് എന്താണ് ഇത്ര സവിശേഷത? അതായത് മഹാദേവൻ തൻ്റെ മൗലിയിൽ, അതായത് ആ ജടാമകുടത്തിൽ ചൂടിയിരിക്കുന്നത് ഈ മൂന്നാം പിറയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം പിറയിലൂടെ നമ്മൾ കാണുന്നത് ആ പരമേശ്വരനെയാണ്. അപ്പോൾ നമ്മൾ ആ മൂന്നാം പിറയിലൂടെ മഹാദേവനെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അത്ര ഭാഗ്യമുള്ളവർക്ക് മൂന്നാം പിറ ദർശന പുണ്യം ലഭിക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഭഗവാനോട് വയ്ക്കുന്ന ഏതൊരു അർഹമായിട്ടുള്ള ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ പിറ കണ്ട് പ്രാർത്ഥിച്ച നാളെ തന്നെ നമ്മുടെ ആഗ്രഹം നടക്കുമെന്ന്. തുടർച്ചയായി മൂന്നാം പിറ ദർശിക്കണമെന്നാണ് പറയുന്നത്. ആർക്കാണോ തുടർച്ചയായി 5 തവണ മൂന്നാം പിറ ദർശന പുണ്യം ലഭിക്കുന്നത്, അവരുടെ ആഗ്രഹം തീർച്ചയായും മഹാദേവൻ സാധിച്ചു തരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഭഗവാന്റെ അനുഗ്രഹവും സ്നേഹവും ഉള്ളവർക്കേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പോ തുടർച്ചയായി 5 പ്രാവശ്യം മൂന്നാം പിറ ദർശിച്ചാൽ വലിയ ഐശ്വര്യം ലഭിക്കുമെന്നാണ്. കുചേലനും കുബേരനാകും എന്നാണ് പറയുന്നത്. ഇനി ഓരോ തവണ ദർശിക്കുമ്പോഴും നമ്മൾക്ക് ഓരോ ഫലമാണ് പറയുന്നത്. ഒന്നാം തവണ നമ്മൾ ദർശിക്കുമ്പോൾ പുതിയ തുടക്കമാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ തുടക്കത്തിൻ്റെയും ഭഗവൽ കടാക്ഷത്തിൻ്റെയും സൂചനയാണ് ഒന്നാം തവണ നമ്മൾ ഒരു തവണ ദർശിക്കുമ്പോഴുള്ള ഫലം. പലപ്പോഴും ചിലർക്ക് ആദ്യ ദർശനത്തിലൂടെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് അത്രമാത്രം ലഭിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ പരമഭക്തർക്ക് ഒക്കെ ആദ്യ ദർശനത്തിലൂടെ തന്നെ അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാം തവണ ദർശിച്ചാൽ, അപ്പൊ 2 തവണ അടുപ്പിച്ച് ദർശിച്ചാൽ ആഗ്രഹങ്ങൾക്ക്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 3 തവണ അടുപ്പിച്ച് ദർശിച്ചാലോ നമ്മുടെ സങ്കല്പ പ്രാർത്ഥന ശക്തമാകുകയും മനസ്സിന് ധൈര്യവും പ്രതീക്ഷയും ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇനി 4 തവണ അടുപ്പിച്ച് ദർശിച്ചാലോ കുടുംബ സൗഖ്യം, സ്ഥിരത, ഐശ്വര്യം എന്നീ ശുഭ സൂചനയാണ് കാണിക്കുന്നത്. 5 തവണ ദർശിച്ചാൽ ഞാൻ പറഞ്ഞു വളരെ വിശേഷമായി കണക്കാക്കുന്നു. വലിയ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ട് അറിയപ്പെടുന്നു. കുചേലനും കുബേരനാകുമെന്നാണ് പറയുന്നത്. പിന്നീട് തുടർച്ചയായി 11 തവണയോ 21 തവണയൊക്കെ ദർശനം ലഭിച്ചാൽ മഹാഭാഗ്യമാണ് ഫലം. ഇനി നമ്മളിങ്ങനെ ദർശിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രമുണ്ട്. ആ ദർശിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദർശിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഈ കർക്കിടക മാസത്തിലെ 3-ാം പിറ സമയവും പറയാം. അതിനു മുന്നേ നമ്മൾ തീർച്ചയായിട്ടും ഈ 3-ാം പിറയിൽ കാണുന്ന ആ ചന്ദ്രക്കലയുടെ ഐതിഹ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് പൂർണ്ണ ഫലം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐതിഹ്യ കഥയൊന്ന് മനസ്സിലാക്കാം. ദക്ഷ പ്രജാപതിക്ക് 27 പുത്രിമാർ ഉണ്ടായിരുന്നു. ഇവരെയാണ് ചന്ദ്രദേവൻ വിവാഹം കഴിച്ചത്. ഈ 27 പേരും 27 നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ചന്ദ്രന് രോഹിണിയോട് കൂടുതൽ സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു. മറ്റുള്ള ഭാര്യമാരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് തോന്നിയതോടെ അവർ പിതാവായ ദക്ഷനോട് പരാതി പറഞ്ഞു. ദക്ഷൻ പലതവണ ചന്ദ്രനോട് എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ഉപദേശിച്ചിട്ടും ചന്ദ്രന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, രോഹിണിയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയും ചെയ്തു. അങ്ങനെ കോപാകുലനായ ദക്ഷൻ ചന്ദ്രൻ നോക്കി ഇങ്ങനെ ശപിക്കുകയാണ്: നിന്റെ തേജസ് ക്ഷയിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ശാപത്തിന്റെ ഫലമായി ചന്ദ്രന്റെ പ്രകാശം ദിവസം കഴിയുന്തോറും കുറഞ്ഞു തുടങ്ങി. ഒടുവിൽ വളരെ ക്ഷീണിതനായി. അങ്ങനെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ, ആ ശാപമോചനത്തിന് വേണ്ടി ചന്ദ്രദേവൻ പരമശിവനെ തപസ്സു ചെയ്ത് പ്രാർത്ഥിച്ചു. ചന്ദ്രന്റെ ഭക്തിയിൽ പ്രസാദിച്ച മഹാദേവൻ ചന്ദ്രനെ അനുഗ്രഹിച്ചു. എന്നാൽ ദക്ഷന്റെ ശാപം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ആ ശാപത്തിന്റെ ഫലമായി ചന്ദ്രന്റെ ഒരു പക്ഷം ക്ഷയിക്കുകയും പിന്നീട് വീണ്ടും വളരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നാണ് ഐതിഹ്യം. അങ്ങനെ ചന്ദ്രനെ അനുഗ്രഹിച്ചതിന് ശേഷം മഹാദേവൻ ആ ചന്ദ്രകലയെ സ്വന്തം ജടയിൽ ധരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ മഹാദേവന്റെ ശിരസിൽ ചന്ദ്രകല പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് മഹാദേവനെ ചന്ദ്രശേഖരൻ, സോമശേഖരൻ, ചന്ദ്രമൗലി എന്നിങ്ങനെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്നും ഈ 3-ാം പിറ ദർശനം, അതായത് കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന ആ തൃതീയ ദിവസം, ആ വെളുത്തപക്ഷ ആ തൃതീയ സമയത്ത് നമ്മൾ കാണുന്നത് ആ കൈലാസഗോത്രത്തിൽ ഇരിക്കുന്ന മഹാദേവനെയാണ്. ആ മഹാദേവന്റെ ശിരസിലെ ചന്ദ്രക്കലയാണ് കാണുന്നത്. എത്ര പുണ്യമാണ് ആ ഒരു ദർശനം, ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ആകാശത്ത് 3-ാം പിറ ദിവസം കാണുന്ന ആ നേർത്ത ചന്ദ്രക്കല ഭക്തർ മഹാദേവന്റെ ജടയിലെ ചന്ദ്രക്കലയായി കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് സങ്കല്പം. ഇപ്രാവശ്യം ഓഗസ്റ്റ് 14-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6:46 തൃതീയ തിഥി തുടങ്ങുന്നത്. ദർശന സമയം 7 മുതൽ 8 വരെയാണ്. നമ്മൾ ഇന്നേ ദിവസം വൈകിട്ട് മുഖത്ത് മഞ്ഞൾ തേച്ച് കുളിച്ച് ആ മുഖത്തോടുകൂടി ചന്ദ്രദർശനം ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹം വളരെ പെട്ടെന്ന് കിട്ടുമെന്നാണ്, വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിച്ചിട്ട് 3-ാം പിറ ദർശനം നടത്തുന്നത് വളരെ വളരെ നല്ല ഫലം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ദർശനം ചെയ്യേണ്ടുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി വേണം ദർശിക്കാൻ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രം ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. 108 തവണ ചൊല്ലാൻ സാധിക്കുന്നത് അത്യുത്തമമാണ്. ഓം നമ ശിവായ അത് 11 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. ഓം ചന്ദ്രശേഖരായ നമ എന്നും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഭഗവാന്റെ നാമം എഴുതി കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓം നമ ശിവായ നമ. ഓം ചന്ദ്രമൗലീശ്വരായ നമ.